15 മിനിറ്റ് കൊണ്ട് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ബ്രെഡ് പിസ്സ ഉണ്ടാക്കാം. വളരെ കുറച്ച് സമയം കൊണ്ട് നല്ലൊരു ഗൂയി ചീസി ഗുഡ്നെസ് ആരും തന്നെ ഇഷ്ടപ്പെട്ടു പോകും. അതെ, ഇത് ഏതൊരു ഫാമിലിയുടെയും ഫേവറേറ്റ് സ്നാക്കാണ്. ബ്രെഡ് പിസ്സ ഒരു ഗ്രേറ്റ് സ്നാക്കിനോടൊപ്പം വിശപ്പ് അടയ്ക്കുന്ന ഒരു ക്വിക്ക് മീൽ തന്നെയാണ്. സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന കുട്ടികൾക്ക് ഒരു ഹെൽത്തിയും ഫേവറേറ്റുമായ സർപ്രൈസ് ട്രീറ്റും കൂടിയാണ് ഈ ബ്രെഡ് പിസ്സ. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫർഹാന റാഷിദ്. വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ. അപ്പോൾ എങ്ങനെയാണ് ഈ ബ്രെഡ് പിസ്സ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾക്കിഷ്ടമുള്ള ഏതൊരു ബ്രെഡും ഉപയോഗിച്ച് ഈ പിസ്സ റെഡിയാക്കാവുന്നതാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സാൻഡ്വിച്ച് ബ്രെഡാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ റെഡിയാക്കാൻ പോകുന്നത് പിസ്സയുടെ സോസാണ്. പിസ്സ സോസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് വാങ്ങിക്കാം. എൻ്റെ അടുത്തിപ്പോൾ അവൈലബിൾ ഉള്ളത് ടൊമാറ്റോ കെച്ചപ്പും ഷേസ്വാൻ ചട്നിയുമാണ്. സോ 2 ടീസ്പൂൺ ഷേസ്വാൻ ചട്നിയും 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും മിക്സ് ചെയ്തിട്ട് പിസ്സ സോസ് റെഡിയാക്കുകയാണ്. ആദ്യം നമുക്ക് 4 പീസ് സാൻഡ്വിച്ച് ബ്രെഡ് എടുത്തിട്ട് സൈഡ് ഇതുപോലെ കട്ട് ചെയ്യാം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഡബിൾ ചീസി 2 പിസ്സയാണ്. ആദ്യം നമുക്ക് ബ്രെഡിൻ്റെ മുകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ് സ്പ്രെഡ് ചെയ്യാം. ഒരു സ്പൂണ് കൊണ്ട് ഇതുപോലെ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സോസ് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് ഓരോ സ്ലൈസ് ബ്രെഡിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ചീസ് സ്ലൈസാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മോസില്ല ചീസും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ സ്പ്രെഡ് ചെയ്യുന്നത് ഓറിഗാനോ, പിന്നെ ചില്ലി ഫ്ലേക്സ്. ഇനി ഇതിൻ്റെ മുകളിൽ വേറൊരു ബ്രെഡിൻ്റെ പീസും കൂടി വെക്കാം. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഡബിൾ ചീസി പിസ്സ ആയതുകൊണ്ടാണ് ഒരു ബ്രെഡിൻ്റെ മുകളിൽ വേറെ ബ്രെഡ് വെക്കുന്നത്. നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ സിംഗിൾ ബ്രെഡിൻ്റെയും പിസ്സ റെഡിയാക്കാവുന്നതാണ്. ബ്രെഡിൻ്റെ മുകളിൽ പിസ്സ സോസ് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ചേർത്താൻ പോകുന്നത് മയോനീസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോം മെയ്ഡ് മയോനീസും ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ ഭാഗത്തും നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചേർത്താൻ പോകുന്നത് മോസല്ല ചീസാണ്. ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും പറ്റുന്നത് പോലെ നല്ലൊരു തിക്ക് ലെയർ തന്നെ വെച്ച് കൊടുക്കണം. ഇതേപോലെ വേറെ ബ്രെഡിലേക്കും ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സോ നമ്മുടെ ബ്രെഡ് പിസ്സയുടെ മുകളിൽ ടോപ്പിങ്ങിന് വേണ്ടി ഞാൻ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൊമാറ്റോ, ഓണിയൻ ആൻഡ് ക്യാപ്സിക്കം. കോർണ് ആവിയിൽ വേവിച്ചിട്ടാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇതുപോലെ എല്ലാ ഭാഗത്തും ഓണിയനും തക്കാളിയും ക്യാപ്സിക്കം പിന്നെ കോർണൊക്കെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പോയി കഴിക്കുന്ന പിസ്സേനേക്കാളും ഇത് ടേസ്റ്റ് ഉണ്ടെന്നാണ് കുട്ടികൾ ഇവിടെ പറഞ്ഞത്. വളരെ ഈസിയും ഹൈജീനിക്കുമായിട്ടുള്ള ഈ ബ്രെഡ് പിസ്സ എല്ലാവരും വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സത്യമായിട്ടും എല്ലാവർക്കും ഈ പിസ്സ ഇഷ്ടപ്പെടും. വെജിറ്റബിൾസൊക്കെ ഇതുപോലെ പ്ലേസ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിൽ ഓറിഗാനോ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ നല്ലൊരു ബൈൻഡിങ് കിട്ടാനായി വെജിറ്റബിൾസിൻ്റെ മുകളിലും കുറച്ച് മോസല്ല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. റെഡിയാക്കി വെച്ചിട്ടുള്ള പിസ്സ നമുക്ക് ഓവൻ്റെ പ്ലേറ്റിലേക്ക് മെല്ലെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 150 ഡിഗ്രി കൺവെക്ഷനിൽ 20 മിനിറ്റാണ് നമ്മളിവിടെ പിസ്സ റെഡിയാക്കാൻ പോകുന്നത്. അതല്ലെങ്കിൽ 150 ഡിഗ്രിയിൽ കൺവെക്ഷൻ പ്ലസ് ഗ്രിൽ മോഡിൽ വെച്ചിട്ടും നമുക്ക് 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓവനിൽ ഇതുപോലെ നോക്കിയാൽ കാണാം ചീസൊക്കെ നല്ലതുപോലെ മെൽട്ടായിട്ടുണ്ടെങ്കിൽ പിസ്സ റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. വാവ്, സോ ഗുഡ്. ഹോം മെയ്ഡ് പിസ്സ റെഡി ആയിട്ടുണ്ട്.
കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഫാസ്റ്റ് ഫുഡാണല്ലോ പിസ്സ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇതിനെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അത് വേറെ തന്നെയാണ്. അപ്പോൾ നല്ല രുചികരമായ ഹെൽത്തി ഫാസ്റ്റ് ഫുഡ് വീട്ടിൽ തന്നെ റെഡിയായിട്ടുണ്ട്. ഓറിഗാനോ ചില്ലി ഫ്ലേക്സ് സ്പ്രിങ്കിൾ ചെയ്തിട്ട് ചൂടോടെ സെർവ് ചെയ്യാം. ചെറിയ വിശപ്പിനെ പെട്ടെന്ന് അടയ്ക്കാൻ പറ്റിയ ഒരു ഹോം മെയ്ഡ് പിസ്സ ഇതുപോലെ ഡബിൾ ചീസി ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ ബ്രെഡ് പിസ്സ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.